ഇതാണ് ആ കേവ് റൂം. ഇതൊരു ജീവിയാണ് കേട്ടോ. കുഴിയാണ്. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ടൂറിസം ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ കാൽവരി മൗണ്ടിലാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും എന്താണ് ഞാൻ ഇൻട്രോ പറയുന്നത്. അതിനുള്ള ഉത്തരം അങ്കിള് പറയും. വേറൊന്നും കൊണ്ടല്ല, കുറെ നാളായിട്ട് ഞാൻ ഇൻട്രോ പറഞ്ഞിട്ട് വലിയ വ്യൂസ് ഒന്നും കിട്ടുന്നില്ല. അന്നൊരു വെറൈറ്റിക്കായിട്ട് അവനെ കൊണ്ട് പറയിക്കാന്ന് വിചാരിച്ചു. അവൻ എൻ്റെ ഒരു കസിൻ സിസ്റ്ററുടെ മോനാണ്, പേര് അഫ്രോൺ. ഞാനിന്നുള്ളത് എൻ്റെ കസിൻസിന്റെ കൂടെയാണ്. ദാ കാണുന്നതാണ് കാൽവരി മൗണ്ട്. ഈ കാണുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ദിവന്മാരുടെ കൂടെ വന്നേക്കണം. ഇതിനു മുമ്പ് ഇവന്മാരുടെ കൂടെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ബിൽഡിങ് ഫുള്ളായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇത് ഒരു ഗ്രൗണ്ട് ഫ്ലോർ ആണെന്ന് പറയാം വേണമെങ്കിൽ. ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്ക് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ബെഡ് ഉണ്ട്. ഇനി ഇങ്ങോട്ടൊന്ന ബാത്റൂമാണത്. ബാത്റൂം അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ചൂടുവെള്ളത്തിനുള്ള സെറ്റപ്പൊക്കെ ഉള്ള നല്ല ബാത്റൂം. ഇത് ഇങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് വരാം. ഇവിടെ നിന്ന് വേണമെങ്കിൽ പുറത്തോട്ട് വന്നൊരു ബാൽക്കണി പോലത്തെ സെറ്റപ്പാണ്. ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കാൽവരി മൗണ്ട്. കാൽവരി മൗണ്ടിൻ്റെ കുരിശൊക്കെ അത് എവിടെയും നോക്കിയാൽ കാണാം. കുരിശും കാണാം, ഹാം റേഡിയോൻ്റെ ആൻറ്റിനെയും കാണാം. കാൽവരി മൗണ്ടിലെ കാഴ്ചകൾ അവിടെ നേരിട്ട് ചെന്ന് തന്നെ നമുക്ക് കാണാം കേട്ടോ. ഫ്രണ്ടിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ ആണത്. കാറൊക്കെ നമുക്ക് ഇവിടെയാണ് പാർക്ക് ചെയ്യാൻ പറ്റണം. ആ പുറത്ത് കാണുന്ന ഷെഡ് ഇവിടുത്തെ കിച്ചണാണ് കേട്ടോ. ഇത് ഇവിടെ ഒരു കുരിശുണ്ട് ഇവിടെ. പിന്നെ ഈ സ്റ്റെപ്പ് കയറി മേളിലേക്ക് വന്നാൽ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. മേളിലേക്ക് കയറാം. ഇതേ ഒരു ഡോറുണ്ട് ഈ ബെഡ്റൂം. ഇത് നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂം തന്നെയാണ് കേട്ടോ ഇത്. അതുകൊണ്ട് നമുക്ക് ഇനി മേളിലെ ഇതൊന്ന് കാണിച്ചു തരാം. മേളിലേക്ക് കയറി കാണിച്ചു തരാം. ഇതാണ് അടുത്ത ബെഡ്റൂം. ഇത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതും താഴ്ത്തുണ്ടായിരുന്ന പോലെ ചെറിയൊരു പാത്രം കഴിയാനുള്ള സെറ്റപ്പും നല്ല ബെഡും. ഇത് എ സിയുമാണ് കേട്ടോ. മറ്റേതൊന്നും എ സി അല്ല, പക്ഷെ ഇത് എ സിയാണ്. ബാത്റൂമും നല്ല സെറ്റപ്പ് ബാത്റൂമാണ്. ബാത്റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. അത്യാവശ്യം സ്പേസും ഉണ്ട്. ഇതിൻ്റെ മേളിലുള്ള റൂഫ് ടോപ്പ് കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ഇതിൻ്റെ മേളിലിരുന്നാലും ഈ ഇവിടെയൊക്കെ ഇരുന്നാലും ഒക്കെ നല്ലതായിരിക്കും. അത്യാവശ്യം കാറ്റൊക്കെ കിട്ടും ഇവിടെ. സുഖമില്ല, ഇവിടെ വെറുതെ മേളിൽ വെറുതെ പോയിട്ടൊക്കെ ഇരിക്കുക, അത്രേ ഉള്ളൂ. അധികം സ്പേസ് ഇല്ല, എന്നാലും കുഴപ്പമില്ല. കസേരയൊക്കെ ഇട്ടിരിക്കുക. എൻ്റെ മേളിൽ നിന്നുള്ള വ്യൂവും അത്യാവശ്യം നല്ലതാണ് കേട്ടോ. പിന്നെ നല്ല പ്രൈവസി ഉണ്ട്. ഈ തൊട്ടടുത്തൊന്നും വേറെ ബിൽഡിങ് കാര്യങ്ങളൊന്നുമില്ല. കുറച്ചങ്ങോട്ട് മാറിയിട്ടേ ബിൽഡിങ്ങുകളൊക്കെ ഉള്ളൂ. അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇതാണ് നമ്മുടെ കിച്ചൺ. കിച്ചൺ ലുക്കില്ലെന്നുള്ളു, ഭയങ്കര പെർഫോമൻസ് ആണ്. നല്ല ബീഫ്, കഞ്ഞി, പൊള്ളിക്കഞ്ഞി, അങ്ങനെ. നമ്മളെ ചീഫ് കുക്ക്. ചീഫ് കുക്കിന് കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. രാത്രിത്തെ വൈബാണ് കേട്ടോ ഇവിടുത്തെ. രാത്രി മാത്രം കാണിക്കാൻ വേണ്ടി ഞാനൊരു സംഭവം വെച്ചിട്ടുണ്ടായി ഇവിടെ. രാത്രി ഇവിടെ ഒരു കേവ് റൂം കൂടി ഉണ്ട്. ഇതാണ് ആ കേവ് റൂം. ഇതുണ്ടോ, കേവ് പോലെയൊക്കെ സെറ്റപ്പ് ചെയ്തെടുക്കുന്നുണ്ട്.
ഇതിന് ബാത്റൂമും ഉണ്ട് കേട്ടോ. ഇവിടെ ഈ ഡോർ തുറന്നങ്ങ് പോയ ബാത്റൂമുണ്ട്. മറ്റേതൊക്കെ പോലെ അത്യാവശ്യം നീറ്റും ക്ലീൻ ആയിട്ടുള്ള കുഴപ്പമില്ലാത്ത ബാത്റൂം. ഇതൊരു ജീവിയാണ് കേട്ടോ. പുല്ല് പോലെ ഇരിക്കും, പക്ഷെ ഇതൊരു ജീവിയാണ്. നടക്കണുണ്ട് കണ്ട കണ്ട കാലനൊക്കെ കണ്ട രാവിലെ നേരിട്ട് കട്ടൻ ചായ ഒക്കെ അടിച്ചിങ്ങനെ നിന്നാണ്ടല്ലോ. പൊള്ളിയാണ് കട്ടൻ ചായ കുടിക്കുന്ന 2 കുട്ടികൾ. ഇവിടെ ചുറ്റിനും കോടയാണ് കേട്ടോ. നമ്മുടെ പ്രോപ്പർട്ടിയിലോട്ട് മാത്രം കോട വന്നിട്ടില്ല. നീ വിളിച്ചിട്ട് വരേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇവിടെ ഒക്കെ കോടയുണ്ട്, നല്ല കോട ഇട്ടിരിക്കണം. നമ്മുടെ കുരിശിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് കോടയുണ്ട്, പക്ഷെ നമ്മളുടെ ഇങ്ങോട്ട് കോട ഇല്ല. എന്താ ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന പയ്യൻ. എന്താടി ഇതിൻ്റെ പേര്? ചായകുടി കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞങ്ങൾ കഴിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് കാൽവരി മൗണ്ട് വരെ പോയിട്ട് വരാനുള്ള പരിപാടിയില്ല. ഇങ്ങോട്ട് ഒരു 200-300 മീറ്ററോളം റോഡ് കുറച്ച് മോശമാണ്, കുറച്ചധികം മോശമാണ്. ചേട്ടൻ്റെ വണ്ടിക്ക് ഇത് വലിയ പ്രശ്നമൊന്നും ആയിരിക്കില്ല, കാരണം ഈ വണ്ടി 4 വീൽ ഡ്രൈവൊക്കെ ഉള്ള വണ്ടിയാണ്. പക്ഷെ എൻ്റെ വണ്ടിക്ക് കുറച്ച് പ്രശ്നമായിരിക്കും, കുറച്ച് കഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പതുക്കെ ബാക്കിൽ അവിടെ കുഴിയാണ്. എടുക്കുന്നു സൈഡ് പിടിച്ചു കിടന്നു. വണ്ടിയുടെ അടിയിൽ പോരുത്, അത്രേ ഉള്ളൂ. മെയിൻ റോഡിൽ നിന്ന് കാൽവരി മൗണ്ടിലോട്ടുള്ള എൻട്രൻസ് ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് മേളിലേക്ക് നല്ല കുത്തനെയുള്ള കയറ്റം. നമ്മുടെ വണ്ടി ഇവിടം വരെയാണ് കയറി പോകുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് കയറണം. നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം, പിന്നെ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. പാർക്കിങ്ങിനും പെർ ഹെഡും നമുക്ക് ഇവിടെ ടിക്കറ്റ് ഉണ്ട്. ഞാൻ നേരെ കാണുന്ന ആ ചെറിയ നടക്കാനുള്ള പാത കണ്ട, അതിൽ കൂടി അങ്ങോട്ട് പോയിട്ട് നമുക്ക് മലയുടെ താഴത്തേക്ക് കുറച്ച് ഇറങ്ങി നിന്നിട്ട് നമുക്ക് വ്യൂ പോയിന്റ് ഒക്കെ കാണാം, നല്ല രീതിയിൽ കാണാം. പക്ഷെ ഞങ്ങൾ സാധാരണ ആൾക്കാർ അവിടെ നിന്നാണ് വ്യൂ പോയിന്റ് ആസ്വദിക്കുന്നത്. ഞങ്ങൾ സാധാരണക്കാരായതുകൊണ്ട് ഞങ്ങൾ നേരെ മലയുടെ മേളിലേക്ക്, അതായത് കാൽവരി മൗണ്ടിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് കയറണം. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് ഒരു കുരിശും പിന്നെ ആ ഹാം റേഡിയോൻ്റെ ആൻറ്റിനയൊക്കെ കണ്ടില്ലേ, ആ ടോപ്പിലേക്കാണ് നമ്മൾ നടന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ മലയുടെ മുകളിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ചുറ്റിനും നല്ല വ്യൂ തന്നെയാണ്, നല്ല കാറ്റുമുണ്ട്, നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മലയാറ്റൂര് കുരിശുമലയൊക്കെ പോലെ ഒരു തീർത്ഥാടന കേന്ദ്രമാണത്. പക്ഷെ അവിടുത്തെ അത്രയും തിരക്കൊന്നും ഉണ്ടാവില്ല. ഈ വേഴം വെള്ളി അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവാറുണ്ട്. മലയാറ്റൂരിൻ്റെ അത്രയും തിരക്കുണ്ടാവില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും അത്യാവശ്യം ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണത്. അത്യാവശ്യം കോടയൊക്കെ കയറി കിടക്കുന്നുണ്ട് ചുറ്റിനും, നല്ല ഒരു ഭംഗിയാണ്. പക്ഷെ ഇവിടെ കോട ഇല്ലാത്ത സമയത്താണ് ഇവിടുത്തെ വ്യൂ പോയിന്റ് കാണാൻ നല്ല അടിപൊളി ഭംഗി. ഇതാ ബാക്ക്ഗ്രൗണ്ടിൽ ആ കാണുന്നത് ഇവിടുത്തെ വ്യൂ പോയിന്റ് ആണ്. ഇടുക്കി ഡാമിൻ്റെ റിസർവോയറാണ് ആ കാണുന്നത്. അത് ആ കോട പോലത്തെ ആ ഒരു മൂടലില്ലെങ്കിൽ ഇല്ലേ, ഭയങ്കര ക്ലാരിറ്റിയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇവിടെ വന്ന് കണ്ടിട്ടുള്ളതാണ്. ഭയങ്കര ഭംഗിയാണ് ഇവിടെ നിന്ന് അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പിള്ളേരെ കൊണ്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കാല് കിടക്കണം എന്ന് പറയുമ്പോൾ ഇതേപോലെ പൊക്കിക്കൊണ്ട് കിടക്കേണ്ടി വരും കേട്ടോ. പക്ഷെ ഇവനെ പൊക്കിക്കൊണ്ട് കിടക്കണത് ഇവൻ്റെ കാല് കഴിച്ചിട്ടൊന്നുമല്ല, എൻ്റെ രാവിലത്തെ വർക്കൗട്ടായിട്ട് കൂട്ടിയാൽ തീരും. ചുമ്മാ എൻ്റെ ഷോ. ആരാ പറഞ്ഞത്? എറണാകുളത്ത് അങ്ങ് സ്ഥലമില്ല എന്നിട്ട് ഇടുക്കിയിൽ വന്ന് ഫുട്ബോൾ കളിക്കണം.
ഇത് ഹിൽ വ്യൂ പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കാണ്. ഇടുക്കി ഡാമിൻ്റെയും റിസർവോയറിൻ്റെ ഒക്കെ വ്യൂ ഇവിടെ നിന്ന് നല്ല കിടിലമായിട്ട് കാണാൻ പറ്റും. ഇതാ കാണുന്നത് ആർച്ച് ഡാമാണ്. ഇവിടെ നിന്നാൽ ചെറുതോണി ഡാമും കാണാം, ഇപ്പുറത്തേക്ക് ഇതേ മാറി ഇതേ ആർച്ച് ഡാമും കാണാം. 2 ഡാമും ഇവിടെ നിന്ന് ഒറ്റ വ്യൂവിൽ കാണാൻ പറ്റിയ വേറെ ഒരു സ്പോട്ട് ഈ പ്രദേശത്തൊക്കെ ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ ഇടുക്കി ഡാമിലൂടെ ഒരു ബോട്ടിംഗ് ഉണ്ട്, ആ ബോട്ടാണ് ആ പോണത്. ആ ബോട്ടിങ്ങിന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു അനുഭവമായിരിക്കും ഇടുക്കി ഡാമിലൂടെയുള്ള ബോട്ടിങ് ഇത് ഇവിടെ നിന്നാണ് ചെയ്യണത്. ഇടുക്കി ഡാമിൻ്റെ സന്ദർശനത്തിനുള്ള ആ വഴി തന്നെയാണ് ഈ ഹിൽ വ്യൂ പാർക്കും ഈ ബോട്ടിങ്ങും ഒക്കെ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഈ ഡാമിലൂടെ ഒരു അടിപൊളി ബോട്ട് യാത്ര നടത്താൻ പറ്റും. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അധികം വൈകാതെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.